കൈപ്പുണ്യാണോ അറിയില്ല അമ്മ മീൻകറി വെച്ചാൽ നല്ല രസാ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പരിപാടികള് പറഞ്ഞാൽ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറ് തീമട്ട് ചോറ് കഴിക്കണം. അപ്പൊ ഇന്ന് കുഞ്ഞമത്തി കിട്ടിക്കണം, ചെറിയ മത്തി കിട്ടിക്കണം. അത് നന്നാക്കാൻ നിക്കാണ്. മത്തി ചാളന്നൊക്കെ പറയും, ഞമ്മളവിടെ മത്തി. എന്ന് പോയാലും ഈ മത്തിന്നെ ഉള്ളൂ. ഇപ്പൊ വേറെ മീനൊന്നുമില്ല. ഇല്ലല്ലമ്മ, മീന് പോയാല് വേറെ മീനൊന്നുമില്ലല്ലോ, ഇന്നീ മത്തിയന്നെല്ലേ ഉള്ളൂ. ഉമ്മ അവിടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള തിരുമ്പലിലാണ്. അത്യാവശ്യം തിരുമ്പാണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മീൻ നന്നാക്കി സെറ്റാക്കമ്മ വെക്കാം. ഉമ്മാന്റെ മീൻകറി എങ്ങനെ വെക്കാം? ഏത് പുളിയാ വള്ളത്തിലിടണ്ടേ? വാളംപുളിയല്ലേ? ഇപ്പൊ ഞമ്മള് ആദ്യം ഞാൻ പറയാ, പുളി ഇവിടെ വെച്ചിക്കണെന്ന്. ഇവിടെ ഒന്നും വെക്കാതെ ഇവിടെ പുളി വെച്ചിക്കണ്. കാരണം എന്താന്ന് വെച്ചാല്, കുട്ടികള് കണ്ടാല് പുളിന്റെ ഈ ഒരു കുപ്പി കാലിയാക്കൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അട്ടത്ത് വെച്ചിക്കണത്. ഓല് പുളി, അച്ചാറ്, നെല്ലിക്ക അങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ, അണ്ടിപ്പരിപ്പ്, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മള് ഇവിടെ എവിടെ കാണാത്ത സ്ഥലത്ത് വെക്കണം. മീനുക്കുള്ള ഐറ്റംസ് ഒക്കെ ചതക്കാൻ വേണ്ടി എടുത്ത് വെച്ചിക്കണ്. ഇഞ്ചി ശരിയാക്കിയിട്ടില്ല, അപ്പൊ ഇഞ്ചിയും ശരിയാക്കിയിട്ട് ഒക്കെ ചതച്ച് വെക്കണം. അപ്പോത്തിന് നമുക്കിത് നന്നാക്കി വരാം. മത്തി നന്നാക്കാൻ പണിയാണ്, പക്ഷെ തിന്നാ ടേസ്റ്റ് ആണ്. ഈ പുളി ഇട്ടാലാണ് മത്തിക്കറിക്ക് ടേസ്റ്റ് കിട്ടട്ടോ, നമ്മളെ വാളംപുളി. ചില ആൾക്കാർ കുടംപുളിയൊക്കെ ഇടും, പക്ഷെ നമ്മളിവിടെ ഈ വാളംപുളി തന്നെ ഇടുക. അപ്പോഴാണ് മത്തിക്ക് ടേസ്റ്റ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. ഇനി എന്താന്നുണ്ടെങ്കിൽ നിങ്ങള് പറയും, നിങ്ങള് ഏത് പുളിയാ ഇടലെന്ന് പറയോണ്ട്. തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയിക്കാണ്. ഇപ്പൊ നല്ല ഉറക്കാട്ടോ. നല്ല ഉറക്കാ. കാരണം ഉപ്പാക്ക് ഈ മരുന്ന് കുടിച്ചോണ്ട് ഭയങ്കര ക്ഷീണം. പറഞ്ഞാല് നീച്ച് തീരെ ആദ്യം നടക്കാൻ വയ്ക്കൂല. അതിന്റെ അടിയിൽ കൂടെ കൊയച്ചില്. കാരണം ഈ ഉറക്കക്കുറവ് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മരുന്ന് ഭയങ്കര നേരത്താകെ തടിമ പിടിച്ചിക്കാണ് ആ മരുന്ന്. അപ്പോൾ അതിലേറെ കുഴച്ചിലാണ് ആ മരുന്ന് കുടിച്ചപ്പോൾ സംഭവം. അപ്പം ആകെ ഇടങ്ങേറായിക്കാണ്. ഉമ്മാക്ക് താങ്ങിയിട്ട് നിൽക്കണില്ലപ്പ, ഒതുങ്ങണില്ല. പൊന്നിച്ച് ഉമ്മാന്റെ ഊര വേദന എടുക്കൽ തുടങ്ങിയിരിക്കണ്. അപ്പൊ എത്രയും വേഗം മാറട്ടെ, ശരിയാവട്ടെ, ശരിയാക്കട്ടെ ഉപ്പാന്റെ വെച്ചായൊക്കെ. അപ്പം പ്രസവം കാര്യങ്ങളും ആകുമ്പോത്തിന് ഉപ്പാനെ എന്താ കാട്ടുക എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരികയാണ്. അപ്പൊ ആ ടൈമിൽ ഞാൻ പറയാം, ആ ടൈമിലൊക്കെ എന്തേലുമൊക്കെ ഇതാവുമ്മ പേടിച്ചണ്ട. അപ്പൊ നമ്മള് എന്തായാലും ഇങ്ങനെ കുടുങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ പഠിച്ചോൻ എന്തേലും വജ്ജ് കാട്ടിത്തരും പറയും. വഴിക്ക് അങ്ങനെ പോയിക്കോളും ഇൻഷാ അള്ളാ. നമ്മള് മീൻ വാങ്ങിക്കൊടുന്ന് വെച്ചാണ്ടല്ലോ, അപ്പോത്തിന് പൂച്ചാക്ക് മണം കിട്ടും കേട്ടോ. അപ്പൊ വരല് തുടങ്ങി പൂച്ചാള്. എങ്ങനെ സംഭവമാവും. മീൻ വാങ്ങിക്കൊടുന്ന് വെച്ചാൽ മതി, അതേപോലെ നന്നാക്കാൻ നോക്കി ഇരുന്നിട്ടുള്ളൂ, അപ്പോത്തിന് പൂച്ചാള് വരല് തുടങ്ങി. അങ്ങനെ നമ്മളെ മീനൊക്കെ ഇവിടെ സെറ്റപ്പാക്കി നന്നാക്കി വെച്ചിക്കണം. ആ മീന് വല്ല എന്നെയും കൊണ്ട് തന്നെ നൈസായി കേക്കിച്ചോട്ടമ്മ. എന്റെ കജുമായ ഇനി മണക്കും. ഏതായാലും എൻ്റെ കൈമ മീനായില്ലേ പറഞ്ഞാണ്ടേ. മത്തി തിന്നുമ്പോ ആമാണല്ലോ എല്ലാവർക്കും. എന്താവാ മത്തിയാണ് ഏറ്റവും നല്ല മീനൊക്കെ മത്തിയാണ്. പക്ഷെ ഇതിൻ്റെ സ്മെല്ലാണ് സഹിച്ചാൻ പറ്റാത്തത്. ഗർഭിണി മത്തി തിന്നണം. പാത്രം കേൾക്കുമ്പോഴും എല്ലാ പാത്രത്തിന്മേ മണായ പോലെ തോന്നും നമുക്ക്. അപ്പൊ ഉമ്മാന്റെ മത്തിക്കറി എങ്ങനെ വെക്കാന്ന് കാട്ടിത്തരാ. മൺചട്ടിയിലല്ലേ നമ്മൾ ഉണ്ടാക്കണേ. നമ്മളെ ചട്ടി കൊഴിഞ്ഞു. എണ്ണ വരണ്ട ഉലുവടുമ്പോ ഒന്ന് കളറ് മാറിയിട്ട് എണ്ണാരല്ലേ. വെളിച്ചെണ്ണ കുറച്ച് എണ്ണയും പാടി പാർന്നു. ഇനി എന്താ ചതവ് അതില കുത്തി വെച്ചേക്കണ. ചതവല്ലേ ഫസ്റ്റ് ഇടാമ.
തക്കാളി നിങ്ങൾ തക്കാളിയുടെ ഞാൻ ചതവാട്. തക്കാളി ഇടുക കേട്ടോ. നമ്മൾ കുഞ്ഞമത്തി വെക്കണാണ് മീൻ കറിയാണ്. ചെറിയ മത്തിയാണ് കുഞ്ഞമത്തി. കുഞ്ഞമത്തി. എല്ലായിടത്തും ചാളാന്നല്ലേ പറയാ, നമ്മള് മത്തിയാറ്. എന്താ ഉപ്പോ ഓടിയാണ് ഉള്ളിക്ക ഉപ്പിടില്ല, തക്കാളിക്ക് ഇടുവോ ഓടയാന്? അത് നിങ്ങളെ കണ്ടുകൊടുത്താണല്ലോ. തക്കാളി ഇതിലൊക്കെ ഒന്നും കൊണ്ടുപോയി കരിയപ്പ് നിങ്ങളവിടെ കൊടുന്ന് വെച്ച് കൊണ്ടുവരണ വെച്ചീനി. ആ കരിയേപ്പിന് മരല്ലോണ്ട് അപ്പപ്പ പോയി പറിച്ചു. അത് ഇല്ലാത്തോണ്ട് ഭയങ്കര ഗതിയുടെയില്ലേ. എല്ലായിടത്തും കടന്ന് തണ്ടണം ഒരു കരിയേപ്പിന്റെ ഇലക്കും വേണ്ടിട്ട്. നമ്മൾ കരിയപ്പാണ് കുഴിച്ചിട്ട് അപ്പൊ അങ്ങനെ വലുതായി വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ തക്കാളി ഒന്ന് നല്ലോണം മൂക്കട്ടെ. ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഉപ്പിട്ടപ്പോ വേ ഉടങ്ങിയിട്ട തക്കാളി. ഇനി പച്ചമുളക് ഇടല്ലേ. അതാ അവിടുത്തെ ഉമ്മാക്കാണെങ്കിൽ ഉണ്ടമുളക് ഇല്ലെങ്കിൽ ഉണ്ടമുളക് തന്നെ കിട്ടണം. അത് കൊണ്ടിരിച്ചു. പക്ഷെ ഉണ്ടമുളകിന് ഇപ്പൊ പണ്ടത്തെ മാതിരി എരിയില്ല. ആ കുറച്ചുണ്ട്, കുറച്ച് ഇട്ടാ മതി. നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതവ് ഇട്ടിട്ടാണ്. ഇതൊക്കെ നല്ലോ വഴണ്ട് അതിന്റെ മൂപ്പ്, അതിന്റെ പച്ചമണം പോകണം. പച്ചമണം പോണം. നമ്മളെ ഷെഫ് അസീനിയാണ് കേട്ടോ. അസീനിയാണ് പേര്, ഷെഫിന്റെ പേര്. പേര് അസീനയാണ്. നിങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മല്ലിപ്പൊടി ഇടൂലല്ലോ നിങ്ങള്? ഇന്ന് തുള്ളി ഇടുക എന്തിയപ്പോ? മുളക് പൊടി 2 സ്പൂണ്. അങ്ങനെയൊന്നുമില്ലല്ലേ ഞാൻ ഇടുക. മറ്റേ മീൻകറി നല്ല രസമാണ് കാര്യം എന്തായാലും കേട്ടോ. എന്നാ നല്ല നീട്ടി കറി ഉണ്ടാക്കും, നല്ല രസമാണ്. മല്ലിപ്പൊടി പേരിന് മതില്ലേ. മഞ്ഞപ്പൊടി ജീരപ്പൊടി ഇടൂലല്ലോ നിങ്ങള്? ജീരപ്പൊടി അരച്ചിക്കല്ലിടുക. ഞാൻ ഇടും ജീരപ്പൊടി. ജീരപ്പൊടി ഇട്ടാൽ മീൻ്റെ ടേസ്റ്റ് വരും. നല്ലോണം ഇറക്കി കൊടുക്കണം. ഞാൻ അതിന്റെ ആ പച്ചമണൊക്കെ മാറുന്ന വരെ അത് നോക്കുക. പുളി നല്ലോണം ഇതാക്കണ്ടമ്മ. പുളി ഞാൻ ഇട്ടതാണ്. പുളി നല്ലോണ്ട് ഉണ്ടല്ലേ. ഇനി പുളിവെള്ളം പാചാട്ടോ. വാളംപുളി അല്ലേ മതിക്ക് രസം? മത്തിക്ക് വാളംപുളി. നമ്മളെ ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വാളംപുളിയാണ് ഇടുക. പിന്നെ ഈ പുളി ഇല്ലെങ്കിൽ കഴിഞ്ഞിക്കണമെങ്കിൽ മറ്റേ പുളി ഇടും, കൊടംപുളി. ചാറ് വേണ്ടേ? ചാറ് വേണം. അച്ചാറ് പുളിച്ചാറില്ല നേരത്തെ. ഉണക്കമീൻ കറി വെച്ചിന് ഇന്നലെ, തേങ്ങ അരച്ച്. അതുണ്ട് കുറച്ച്. നമ്മളവിടെ എവിടെ നോക്കിയാലും ഈ കറുത്ത ഉറുമ്പുക്കളി കാരണം കടിച്ചാത്ത കുഞ്ഞൻ എത്ര ഓടിച്ചാലും പോകില്ല. കണ്ടോ എണ്ണമായ എല്ലായിടത്തൊക്കെ വന്നിട്ടുണ്ട്. ഈറ്റ മധുരം തിന്നാനല്ല വരുന്നുണ്ട്. ഗ്യാസമെന്ന് ഇങ്ങനെ അടുപ്പത്തുനിന്ന് ചാടുന്ന എണ്ണമയം കുടിച്ചാലാണ്. ഇവിടെ ഓയിൽ വെച്ചിരിക്കണം, അതിൻ്റെ അടുത്തത്തെ എണ്ണ കുടിച്ചാൽ വന്നിട്ടുണ്ട്.
ഇപ്പൊ തുമ്പരുത് അൽഹംദുലില്ലാ. നല്ലോണം തിളച്ച് വരുന്നല്ലേ ഇനി മീനൊന്ന് തിളക്കട്ടെ. വെള്ളം ഉപ്പുണ്ടോ? നല്ല പുളിയാ? ഏറിയോ? നിങ്ങൾക്ക് എപ്പോഴാ ജലദോഷം മുടിച്ചേ? ഞങ്ങളൊക്കെ അലർജി ഫാമിലി ആട്ടോ. അതൊക്കെ ഇപ്പൊ നാളുണ്ടായത്, ആദ്യം ഇല്ലതല്ല. പെട്ടെന്ന് പിടിപ്പെട്ട അസുഖമാണ് അലർജി. ഉണ്ടായപ്പോ കുടുംബസമേതം ഉണ്ടായിന്നുള്ളു. കറി കുറച്ചുകൂടി നിന്നോട്ടെ, നമുക്ക് വേറെ കൂട്ടാനൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെന്തെങ്കിലും ഫ്ലാസ്കിൽ വെള്ളമുണ്ട്. വെള്ളം പോരാ, കറിക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം പാർന്ന് കിട്ടാം. അമ്മായി തറവാട്ടിൽ ഇതേപോലെ ചിക്കൻ വെക്കുമ്പോ നല്ലോണം കിട്ടും. ഓല് തന്നെ കൊറേ വാണം പറഞ്ഞിട്ടാണ് ആ നീട്ടണ്. നമ്മളത്രയൊന്നും പാരില്ലെങ്കിലും കുറച്ച് കറി കുറച്ച് കുറവുണ്ട്. നല്ലോണം തിളക്കട്ടെ. മൂടിയൊക്കെ ഒരു മൂടി എടുത്താ അടച്ചു വെച്ചു. നല്ലോണം തള വന്നിട്ട് ഇടല്ലേ. ഇപ്പൊ നീച്ചിട്ടില്ലല്ലമ്മ? പാക്ക് നല്ല ക്ഷീണം കാര്യങ്ങളാണ് അല്ലേ? വെച്ച അപ്പൊ ചായയും കടിയൊക്കെ അമ്മ വാരി കൊടുത്തേക്കാണ്. ഇനി ഭയങ്കര ക്ഷീണം, മരുന്ന് കുടിച്ചിട്ടാണ്. അപ്പൊ ബാത്റൂമൊക്കെ പിടിച്ച് താങ്ങി കൊണ്ടുപോയി ചായയും കടി തിന്നാൻ കൊടുത്ത അപ്പൊ കടത്തിയത് വരെ നീച്ചിട്ടില്ല. ഉച്ചയായിപ്പോ. അപ്പൊ ഇനി കറിയുമ്പാടായിട്ട് ചോറാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടാ. അവിടേക്ക് തന്നെ വെച്ചു കൊടുത്താൽ അതിന് ഇങ്ങോട്ട് വിളിച്ചണ്ട. കാരണം പുടിച്ചാൻ വെക്കണ്ടേ ഇങ്ങക്ക്. ഇച്ചാണി പുടിച്ചാനും വെക്കില്ല, നിങ്ങൾ ഒറ്റക്ക് താങ്ങണ്ടേ. രാവിലെ ഭയങ്കര തെങ്ങിന് നീച്ചുമ്പോ എന്താവോ. അതെന്താ സംഭവിച്ച ഇപ്പൊ കാല് നിലത്തേക്ക് ഒരു കാല് തൂക്കിട്ടിരുന്ന്, അപ്പൊ നീര് കൂടിയിരിക്കണ്. അപ്പൊ ഒക്കെപ്പാടെ മരുന്നിന്റെ ക്ഷീണോ ആ കാല് തൂക്കിയിട്ടതും പാടായിട്ട് തീരെ കാലൊരടി വെക്കാൻ വെച്ച. ഇടാനായോ? അപ്പൊ ഞമ്മളത് നല്ലോണം തിളച്ചു വന്നു. അവിടെ ഇമ്മ മീൻ കറി ഉണ്ടാക്കണേ, എങ്ങനെ കറി ഉണ്ടാവൂല കേട്ടോ. കുന്മാനാണെങ്കിൽ കറി വേണം, പക്ഷെ ഉമ്മ കറി ഉണ്ടാക്കൂല, വറ്റിച്ചേ ഉണ്ടാക്കുള്ളൂ. മത്തി വലിപ്പൊക്കെ ഉണ്ടല്ലേ? ഞാൻ വലിപ്പം ഉണ്ടാവില്ല, അതിന് കുത്തിയൊക്കെ വാങ്ങിട്ട് ഒന്നാക്കാൻ പാടാല്ലേ ഉണ്ട്. എന്നാലും അതിലൊരു ഭാഗ്യവാനുണ്ട്, ഒരു ചെമ്മീൻ കുട്ടി ഉണ്ടേ. കുട്ടി. നമ്മള് പിന്നെ ഇനി വേഗം വേഗൂലത് ഒന്ന് തളച്ച് അത്യാവശ്യം ഒന്ന് ആയാ മതി. മത്തിയല്ലേ ഇതായിട്ടാണ് ചോറുന്നാൻ പൈസെടുക്കാൻ വെച്ച. അപ്പൊ നമ്മളെ മീൻ അവിടെ കിടന്ന് വേഗട്ടെ. ഇനി വെന്തുണ്ട് കാട്ടിത്തരാം കേട്ടോ. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, വേ പണി കഴിഞ്ഞില്ലമ്മ. സാധനം കിട്ടിയാ മതി. ചോറാകാനല്ല പണി മക്കളെ, കൂട്ടാനാണ്. കൂട്ടാന് ചായക്കടി ചായക്കറി ആണ് പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ഇതാറിയപ്പത്തിന് പണി കഴിച്ചു. ഇനി എന്താ തരീ നിങ്ങള്? ചതവിടാനൊരു പാത്രം ഉണ്ടെങ്കിൽ അത് അതിലാണ് ഞാൻ ആ കറി വെച്ചത്. വേറെ പാത്രം ഉണ്ടോ? നമ്മള് മീൻ ഇവിടെ അടിപൊളി വെന്ത് റെഡി ആയിട്ടോ, സൂപ്പറായി. ഇനി മേലെ കുറച്ചുകൂടി പച്ച വെളിച്ചെണ്ണ പാർന്നുങ്ങാണ്ട് നമുക്കിത് ഓഫാക്കട്ടോ. തീയൊക്കെ ഓഫാക്കി നല്ല അടിപൊളിയായിട്ട് മീൻകറി റെഡി.
എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി വെക്കോണ്ടിട്ട്. പക്ഷെ ഇമ്മാനെ കൈപ്പുണ്യാണ് അറിയില്ല. അമ്മ മീൻകറി വെച്ചാൽ നല്ല രസാ. ചോറ്റിക്കാ കറിയും കൂട്ടിരുന്ന. ഞാൻ പൊതുവേ കറികളങ്ങനെ പാരാത്ത ആളാ. അപ്പൊ ഈ മീൻകറി കൂട്ടിയ നല്ല ടേസ്റ്റ് ആയിക്കാരം. മീൻകറി വന്നൂലമ്മ? ഇനി വന്നു. അപ്പൊ തിളച്ച ഓഫാക്കിയൊക്കെ കഴിഞ്ഞ്. വെള്ളം പറ്റത്തില്ലേ? വെള്ളം വറ്റിക്കണ്. വെള്ളല്ല, കറി വറ്റിക്കണ്. കണ്ടിട്ടെല്ലാം അടിപൊളിയാണ്. മത്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുഞ്ഞമത്തിക്കല്ലേലും നല്ല രസമാണ്. വലിയ മത്തിയിലേറെ ടേസ്റ്റ് കുഞ്ഞമത്തി. അതേമാതിരി അയില വലിയ അയില രസം കുഞ്ഞയില. ചെറിയ സൈസ് അയിലല്ലേ? അത് പീരം വെക്കും. നമ്മള് വത്തല് വെക്കണ അതിരി പീരക്കും. ഇപ്പൊ അങ്ങനെ എല്ലാരും ഇതേമാതിരി ഒന്ന് വെച്ച് നോക്ക. എങ്ങനെ ഉണ്ട് അഭിപ്രായം പറയാം അല്ലേ? നിങ്ങൾ തിന്നപ്പോ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വെച്ചിട്ട് ഉപ്പ് ഇതൊക്കെ കറക്റ്റ് ആണ് അല്ലേ? അഭിപ്രായം പറയാ. മത്തിക്ക് പറഞ്ഞാ കൊടംപുളി ചിലവിലിടും. ഞങ്ങൾക്ക് ഇഷ്ടം വാളംപുളിയാണ്. അതാണ് ടേസ്റ്റ്. അപ്പൊ നമുക്ക് ചോറുന്നാലഞ്ഞി ഞങ്ങൾ വിളമ്പി ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാല് കാര്യമായിട്ട് ഉമ്മാന്റെ മീൻകറി ഇനി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.